നമസ്കാരം. മീന്തലക്കര സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ഇതോടെ ആകെ അറസ്റ്റിലായവർ 7 മീന്തലക്കര പാറയ്ക്കാമണ്ണിൽ പുത്തൻവീട്ടിൽ സിൻഡോ പി സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. നേരത്തെ 6 പ്രതികളാണ് കൃത്യം നടത്തിയതെന്നായിരുന്നു പോലീസിന് ലഭിച്ച വിവരം. എന്നാൽ ഒന്നാം പ്രതി മരണസുബിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് സംഭവത്തിലെ സിൻഡോയുടെ പങ്ക് വ്യക്തമായത്. കഴിഞ്ഞ 1-ന് 3:30യോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒന്നാം പ്രതി മരണസുബിൻ എന്ന് വിളിക്കുന്ന കുറ്റപ്പുഴ പാപ്പനവേലിൽ സുബിൻ അലക്സാണ്ടർ ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം സ്പായിലെത്തി 50,000 രൂപ ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് നടത്തിപ്പുകാരിയായ യുവതിയെ മർദ്ദിക്കുകയും ജീവനക്കാരിയായ യുവതിയെ കഴുത്തിൽ കത്തിവെച്ച് ബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നു. സ്പായിലെത്തിയ യുവാവിനെ ജീവനക്കാരിക്കൊപ്പം കിടത്തി നഗ്ന വീഡിയോ ദൃശ്യം പകർത്തുകയും ജീവനക്കാരിൽ നിന്നും 2,500 രൂപ കവരുകയും ചെയ്തു. കേസിൽ കുളക്കാട് മുപ്പിരിയിൽ ബെർലിൻദാസ്, നിരണം കൊതേരിയിൽ വീട്ടിൽ വരുൺകുമാർ, ചുമത്ര കോഴിക്കോട് പറമ്പിൽ വീട്ടിൽ രൊക്കൻ എന്ന് വിളിക്കുന്ന പ്രശോഭ്, ആയാപ്പറമ്പ് കാടാത്ത വീട്ടിൽ സാജൻ തോമസ്, മഞ്ഞാടി ഉരേത്ര തൈമലയിൽ കിരൺ തോമസ് എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളായി പിടിയിലായിരുന്നു. ഈ അറസ്റ്റോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായതായി ഡിവൈഎസ്പി പറഞ്ഞു. അതേസമയം തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയ മരണസുബിനെ ഇന്ന് തിരികെ കോടതിയിൽ ഹാജരാക്കും. 3 ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. എന്തായാലും സ്പാ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് നഗരത്തിലെ സ്പാ വെൽനസ് സെന്ററുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന നടന്നത്. രാമഞ്ചിറയിലെ സ്പായിൽ മസാജിങ്ങിന് വിധേയനായിക്കൊണ്ടിരുന്നയാൾ ഇറങ്ങിയോടി സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടതും വാർത്തയായി. ഇയാൾ പോലീസ് വകുപ്പിൽ ആലപ്പുഴയിൽ ജോലി ചെയ്യപ്പെടുന്ന വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ പോലീസുകാരനല്ല എന്നും പറയുന്നുണ്ട്. ഇയാൾ രക്ഷപ്പെട്ട വാഹനത്തിന്റെ നമ്പറിൽ നിന്നും തിരുവല്ല കുറ്റപ്പുഴ സ്വദേശിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നഗരത്തിലെ സ്പാ വെൽനസ് സെന്ററുകളിൽ ക്രോസ് മസാജ് അടക്കം നടക്കുന്നതായി ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 5 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. രാമഞ്ചിറയിലെ യോഗ സ്പാ ലൈസൻസ് ഉള്ള സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ക്രോസ് മസാജ് നടക്കുകയായിരുന്നു. ഇവിടെ നിന്നുമാണ് കസ്റ്റമർ ഇറങ്ങി ഓടിയത്. സ്പാ അടച്ചുപൂട്ടാൻ കത്തു നൽകും. രാമഞ്ചിറയിലെ മറ്റൊരു സ്ഥാപനത്തിലും മസാജ് നടക്കുന്നതായി കണ്ടെത്തി. ഇവിടെ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തനം. മഞ്ഞാടിയിലെ മറ്റൊരു സ്പായും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യമടക്കം നൽകിയിരുന്നു. മഞ്ഞാടിയിലെ മറ്റൊരു സ്പായും മീന്തലക്കരയിലെ പീഡനം നടന്ന സ്പായും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷൈനി പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മനോജ് കുമാർ, ശ്രീലക്ഷ്മി, ഡ്രൈവർ അനീഷ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. രാമൻചിറ വാർബ മൈൽസ്റ്റോൺ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടൽ സ്പായ്ക്ക് ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്പാ നടത്തുന്ന കുര്യൻ എന്നയാൾ കെട്ടിടമുടമയുമായി കേസ് നിലനിൽക്കുന്നുണ്ട്. ഉടമയ്ക്ക് അനുകൂലമായി വിധി വന്നിട്ടും രാഷ്ട്രീയ പിന്തുണയോടെ യുവജന സംഘടനകളെ വെല്ലുവിളിച്ചാണ് ഇയാൾ സ്പാ നടത്തുന്നതെന്നും പറയപ്പെടുന്നു. 14 ലക്ഷത്തോളം രൂപ വാടകയിനത്തിൽ ഉടമയ്ക്ക് കിട്ടാനുണ്ട്. ഉടമ ജോൺ കോശി ഈ സ്ഥാപനത്തിന് ലൈസൻസ് പുതുക്കി നൽകരുതെന്നും നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നു. ഇത് കാരണമാണ് ലൈസൻസ് പുതുക്കാത്തത്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് നേരത്തെയും പോലീസ് പരാതി ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇടവന്ന യുവതിയുടെ ബാഗിൽ നിന്നും 6,000 രൂപ മോഷണം പോയത് സംബന്ധിച്ചും തിരുവല്ല പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്.